ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ മുല്ലയ്ക്കലുള്ള ദി ഗ്രാൻഡ് ആലപ്പി ഹോട്ടലിലാണ്. ഇത് നമ്മുടെ ഏതർ ഓണറായിട്ടുള്ള ഫ്രണ്ട് മൻസൂർ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ഒരു 4-സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഞാനിവിടെ വരാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഏതർ ഗ്രിഡാണ്. എൻ്റെ പരിചയത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അവരുടെ ബിസിനസ്സിൽ ഏതർ ഗ്രിഡ് വെച്ചേക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് ഈ ഏതർ ഗ്രിഡിന് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, നമുക്കിതിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, അതുപോലെ ഒരു മാസം നമുക്ക് ഏതറിൽ നിന്ന് എത്ര രൂപ വരുമാനമായിട്ട് ലഭിക്കും എന്നിങ്ങനെയുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതർ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പബ്ലിക് ചാർജിങ് നെറ്റ്വർക്കാണ്. ആ ഒരു ഗ്രിഡിൽ നമുക്ക് ഏതറും അതുപോലെ തന്നെ ഹീറോയുടെ വീട വണ്ടികളും ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും, മറ്റ് വണ്ടികൾ സ്ലോ ചാർജിങ് ചെയ്യാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഒരു ടൈമിൽ ഒരു വണ്ടിയെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ത്യയിലുടനീളം 140ഓളം ഗ്രിഡുകളാണ് ഏതറിന് ഉള്ളത്. ഈ ഗ്രിഡുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായി കഴിഞ്ഞു. ഈ ഒരു ഗ്രിഡിൽ നമുക്ക് ഏതറിൻ്റെ വാഹനങ്ങൾ മാത്രമല്ല ഓലയോ അതുപോലെ തന്നെ റിവോൾട്ടോ കാര്യങ്ങളോ എല്ലാം ചാർജർ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ മുല്ലയ്ക്കലുള്ളൊരു ഗ്രിഡാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വരാം. അതുകൂടാതെ ഈ ഒരു ഹോട്ടലിൽ നമുക്ക് റൈസ് ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്യുവർലി വെജ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് മറ്റു വണ്ടികൾ ചാർജ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഏതർ ഗ്രിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ QR കോഡ് സ്കാനർ ഓപ്പൺ ചെയ്തിട്ട് ഗ്രിഡിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ചാർജർ വണ്ടിയിൽ കണക്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര നേരം ചാർജ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യാം. അറ്റ് ദ മൊമെൻറ്റ് ഇത് ഫ്രീ ആണ്. അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ വരെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഏതർ ഇറങ്ങിയ കാലം മുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫ്രീ ആയതുകൊണ്ട് തന്നെ പലരും മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഏതർ ഗ്രിഡ്. അപ്പോൾ നമുക്കിവിടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്താൽ നമ്മുടെ വണ്ടി ചാർജ് ആയിക്കോളും. ഈ ഒരു ഏതർ ഗ്രിഡ് ഇവർ ഫിറ്റ് ചെയ്ത നാരായണൻ ബ്രോയുടെ ഹെൽപ്പോടുകൂടിയാണ്. പുള്ളിയാണ് ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവർ എടുത്തിട്ട് ഏതറിന് ഫോർവേഡൊക്കെ ചെയ്തിട്ട് ഇത് സെറ്റപ്പ് ആക്കി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കൊരു ഏതർ ഗ്രിഡ് വെക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നാരായണൻ ബ്രോനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഏതർ ഗ്രിഡ് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏതറിൽ നിന്ന് വരുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് നാരായണൻ ബ്രോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് കണ്ടിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ സൂര്യനാരായണൻ ബ്രോ ഉണ്ട്. ഹായ്. നമ്മളപ്പോൾ മൻസൂറിൻ്റെ ഹോട്ടലിലെ ഗ്രിഡ് മൊത്തം അറേഞ്ച് ചെയ്ത് കൊടുത്തത് നാരായണൻ ബ്രോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റി ബേസിക്കലി ഇതാണ്. ഏതൊരു കസ്റ്റമറും താല്പര്യമുള്ള കസ്റ്റമറായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റോ കഫേയോ എന്താണേലും അതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വെച്ച് വിത്ത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതറിൻ്റെ ബാംഗ്ലൂർ ടീമിന് അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ആളെ വിട്ട് സർവേ നടത്തും. ഇതിൻ്റെ സർവേ നടത്തിയിട്ട് ഇത് ഫീസിബിൾ ആണോ നോക്കും. അവരുടെ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, ആ ബേസിസിൽ ഇത് ഫീസിബിൾ ആണോ നോക്കും. സെക്കൻഡ്, ഇലക്ട്രിക്കൽ പാർട്ട് നോക്കും. ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ലോഡ്, ഈ സ്ഥാപനത്തിൻ്റെ ലോഡ് എന്താണെന്ന് നോക്കും. അവർക്ക് വേണ്ടത് മിനിമം ഒരു 7 to 8 kW റേഞ്ചിലൊക്കെ ലോഡ് വേണം. അപ്പം എക്സിസ്റ്റിംഗ് ലോഡിൽ നിന്ന് നമുക്കത് ഫ്രീ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓണർ എക്സ്ട്രാ ലോഡിൻ്റെത് ഓണർ ചെയ്തു കൊടുക്കണം. എൻ്റെ സ്ഥാപനത്തിലെ 10 kW ലോഡാണ് എനിക്ക് മാക്സിമം അലോട്ടഡ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഓൾറെഡി യൂട്ടിലൈസേഷനും 7-8 kW ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട 7 to 8 kW റേഞ്ച് വേണം. അത് നമ്മൾ അഡീഷണൽ നമ്മുടെ ലോഡ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയും. ലോഡ് എൻഹാൻസ്മെൻറ്റ് നമ്മൾ KCB സൈഡിൽ ചെയ്ത് നമ്മുടെ, അതായത് 10 എന്നുള്ള 18 മാറും. അത് നമ്മൾ ചെയ്തു കൊടുക്കണം ആസ് എൻ ഓണർ. ആക്ച്വലി 3 ഫേസ് ആണ് സേഫ്. സിംഗിൾ ഫേസിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇവരുടെ തന്നെ പല ടെക്നീഷ്യന്മാരും. പക്ഷേ അത് 3 ഫേസ് ആണ് ഞാൻ സംസാരിച്ചപ്പോൾ റെക്കമെൻഡ് ചെയ്ത് 3 ഫേസ് ഉണ്ടെങ്കിലാണ് സേഫ് എന്ന് പറയുന്നു. അപ്പോൾ സിംഗിൾ ഫേസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പൈസ കൊടുത്താൽ 3 ഫേസ് ആയിട്ട് നമ്മൾ ആക്കി കൊടുക്കണം. ഇത് രണ്ടും നമ്മുടെ പാർട്ടിയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇത് പിന്നെ സ്ഥലം ഒരു ചെറിയൊരു പോർഷൻ, ഒരു 2x2 ഒരു ഏരിയ മാത്രമേ വരുന്നുള്ളൂ. ഇത് സ്റ്റാൻഡിൽ നിർത്തുവാണെങ്കിൽ വോൾമൗണ്ട് ആണെങ്കിൽ അത്രയും പോലും നമുക്ക് വേസ്റ്റേജ് വരുന്നില്ല സ്ഥലത്തിൻ്റെ. അപ്പോൾ ബാക്കിയെല്ലാം അവരുടെ ആക്ടിവിറ്റിയാണ്. ഈ ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സഫീഷ്യൻറ്റ് ലോഡ് അവർക്കുണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രിക്കൽ ടീം ഇൻസ്റ്റലേഷൻ ഇതിൻ്റെ റൂട്ടിംഗ് എല്ലാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കി അവർ പ്ലാൻ അയച്ചിട്ട് അവിടെ നിന്ന് അത് അക്സെപ്റ്റൻസ് കിട്ടണം, അതിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട്. അത് കഴിഞ്ഞാൽ മെറ്റീരിയൽ നമ്മുടെ ഹോം ഡെലിവറി മീൻസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അയക്കും. അവിടെ നിന്ന് കൊറിയർ ചെയ്തും ഈ മെഷീനും അതിൻ്റെ റെസ്പെക്റ്റീവ് മെറ്റീരിയൽസും വരും.
അതിനുള്ള കേബിളിങ്ങും കാര്യങ്ങളും അവരുടെ ടീം കൊണ്ടുവരും. MCB കാര്യങ്ങളെല്ലാം എല്ലാം അവർ കൊണ്ടുവന്നിട്ട് അവർ ഇത് ഇൻസ്റ്റലേഷൻ എല്ലാം ബാക്കിയെല്ലാം അവരുടെ പാർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ലോഡ് സെറ്റാണെങ്കിൽ പിന്നെ നമ്മളൊന്നും അറിയാം. അതെ, ലോഡ് സെറ്റാണ് ഞാൻ വെക്കാൻ തയ്യാറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വരുമാനം നമ്മൾ എഫേർട്ട് അധികം കൊടുക്കാതെ കിട്ടും. അപ്പോൾ നമ്മൾ ചോദിക്കാൻ വന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഇത് വെക്കുന്നവർക്ക് എന്താണ് ഗുണം എന്നുള്ളത്. അതിനകത്ത് ഇപ്പം മെയിൻലി കഫേ റെസ്റ്റോറൻറ്റ് പോലെയുള്ളവർക്കാണ് കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ഗുണം വരുന്നത്. ഒന്ന്, അവരുടെ കഫേനെയോ റെസ്റ്റോറൻറ്റിനെയോ ഒക്കെ കുറിച്ച് കുറേ കൂടെ ആൾക്കാർ അറിയാൻ പറ്റും. കാരണം ഒരു ഇലക്ട്രിക് ചാർജിങ് നിലവിലെ ഏതറിൻ്റെ ചാർജിങ്ങിൽ നമുക്ക് സ്ലോ ചാർജിങ്ങും ചെയ്യാം മറ്റു വണ്ടികൾ. അതെ, അതറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഓല അതുപോലെ മറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നവർക്കും നിയർ ബൈ ചാർജിങ് തപ്പിക്കഴിഞ്ഞാൽ അവർക്ക് ഏതറിൻ്റെ ഗ്രിഡ്സിൽ വന്ന് ചാർജ് ചെയ്യാൻ പറ്റും, സ്ലോ ചാർജ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഏതൊരു കഫേയുടെ അവിടെയും നമ്മൾ പോയി ചാർജ് ചെയ്യുന്ന സമയം അവർ ഈവനിങ് സമയമാണ് എന്തായാലും ഒരു ചായ കുടിക്കാൻ കയറും. ഉച്ചയാണ് ചിലപ്പോൾ അവിടെ വെറുതെ നിൽക്കുന്ന സമയം ലഞ്ച് കഴിച്ചിട്ട് വരാം. അപ്പോൾ ആ ഹോട്ടലിൽ തന്നെ കയറും മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഗുണം അവർക്കും കിട്ടും. അവരുടെ സ്ഥാപനവും 10 പേര് ഇപ്പോൾ ചില അറിയാവുന്ന ഹോട്ടൽസ് ഉണ്ട്, ഭാര്യാസ്, ശരവണഭവൻ എന്നൊക്കെ പറയുന്ന പോലെ. അല്ലാതെ പുതിയതായിട്ട് വന്നവരോ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ മാത്രമുള്ള ഒരു ഹോട്ടലിനെ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി റീച്ച് ഔട്ടും കിട്ടും. ഇത് പോരാഞ്ഞിട്ട് അവർക്ക് ഇതിൻ്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സും ഇതിൻ്റെ ഏകദേശം ഒരു യൂണിറ്റിന് ഒരു 2 to 3 രൂപ റേഞ്ച്. അത് പിന്നെ നമ്മൾ ഏതറിൻ്റെ ടീമുമായിട്ട് നമ്മൾ സംസാരിച്ചൊരു എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട്. ഇവരൊരു ഓപ്പൺ എഗ്രിമെൻറ്റ്, ഒരു സ്ലാബിനനുസരിച്ച്. അതെ, അല്ല നമ്മൾ അത് മാത്രമല്ല, ഇവരൊരു ഓപ്പൺ എഗ്രിമെൻ്റ് ആണ്, ഇത്ര വർഷത്തേക്കുള്ളതല്ല. അപ്പം ഏതർ ഓഫ് ദ ടീം, ഏതറിനോ കസ്റ്റമറായ നമുക്കോ തീരുമാനിക്കാം, ഓണർഷിപ്പുള്ള നമുക്ക് തീരുമാനിക്കാം ഇത് വേണ്ട മതി എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നോ കോസ്റ്റ് നമുക്ക് അവർ തന്നെ വന്ന് ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പോൾ ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും പെർ യൂണിറ്റിന്. തീർച്ചയായിട്ടും 2 to 3 രൂപ അപ്രോക്സിമേറ്റ്ലി. ഇപ്പോൾ നല്ലൊരു ചാർജിങ് പോയിന്റ്, നല്ലൊരു മെയിൻ സെൻറ്റർ ആണെങ്കിൽ ഒരു മാസം അത്യാവശ്യം 10-200 യൂണിറ്റ് വരെയൊക്കെ ചിലപ്പം ആവാം, 200 അതിന് മേളിലും ആവാം. അത്രയും ഒരു 200 യൂണിറ്റ് വെച്ച് ചുമ്മാ നമ്മൾ എടുത്താൽ പോലും ഒരു 2 രൂപ വെച്ച് കണക്ക് നോക്കിയാൽ പോലും 400 രൂപ, ഒരു 500 രൂപ മിനിമം ഒരു മാസം എക്സ്ട്രാ ആയിട്ട് വരുന്നു. അതായത് കറണ്ട് ബില്ല് ഫുൾ എന്തായാലും ഈതർ അടക്കും, പ്ലസ് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു വരുമാനം കിട്ടും. മെയിൻ്റനൻസ് നമ്മളൊന്നും അറിയണ്ട, അത് ഫുൾ ഈതറുകാർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട, നമ്മൾ കുറച്ച് സ്ഥലവും ലോഡും സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി. ഇതിനകത്ത് പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഇതിൻ്റെ കണക്ഷൻ അവർ യൂസ് ചെയ്ത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം. അതിന് ആക്ച്വലി ഇവരുടെ മെഷീനകത്ത് തന്നെ മീറ്റർ സെപ്പറേറ്റ് മീറ്റർ, ആ മീറ്ററിൽ അവരുടെ റീഡിങ് അറിയാൻ പറ്റും. അത് വെച്ചിട്ട് അവരുടെ ടീം വന്ന് റീഡിങ് എടുക്കും. എന്നിട്ട് അവർ പറയുന്ന എല്ലാ മാസവും അവസാനം മന്ത് എൻഡിൽ ഒന്ന് റീഡിങ് എടുക്കും. നെക്സ്റ്റ് 20 ഡേയ്സിനുള്ളിലായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് കസ്റ്റമർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ നിന്ന് 2-3 രൂപയായിട്ട് ഒരു യൂണിറ്റിന് കിട്ടുന്നതിനേക്കാൾ ലാഭം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് അവിടെ വന്നു പോകുന്ന കസ്റ്റമർ നമ്മളവിടെ കയറും ആഹാരം കഴിക്കാൻ. വൺസ് അവിടെ വന്ന് കഴിച്ച് ഒരു സൗകര്യമായി, ചാർജുമായി, ആഹാരം കഴിക്കാൻ ശീലമാക്കും. ആ ഏരിയയിൽ പോകുമ്പം നമുക്ക് പ്ലാൻ ചെയ്യും. ഇപ്പം ഞാനിപ്പം കായംകുളത്ത് പോവുകയാണെങ്കിൽ ഞാനിപ്പം അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പോവാം. അപ്പോൾ ചാർജിങ് നടക്കും, എനിക്ക് ടൈം മാനേജ്മെൻറ്റ് സുഖമായിട്ട് പോകും. ആ കഴിക്കുന്ന അരമണിക്കൂർ കൊണ്ട് എൻ്റെ വണ്ടി ചാർജായി. അപ്പോൾ എൻ്റെ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം പോകുന്നില്ല, അതൊരു ഗുണമാണ്. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ ഇപ്പോഴത്തതിൽ കൂടുതലും ഈ കഫേ റെസ്റ്റോറൻറ്റ് പോലത്തെ സ്ഥലങ്ങളാണ് കുറേ കൂടെ നല്ലത്. കാരണം ഇപ്പോൾ ടെക്സ്റ്റൈലൊക്കെ പോയാലും എന്നും പോയിട്ട് നമ്മൾ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ തുണി എടുക്കാൻ കയറില്ല. ഫുഡെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചായക്ക് വേണ്ടിയിട്ടെങ്കിലും കയറും. അപ്പോൾ ആ ഒരു ഗുണമുണ്ട്. എന്തായാലും വേറെ എക്സ്ട്രാ അതിനകത്തൊന്നുമില്ല. മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അവരുടെ ആൾക്കാരാണ് വന്ന് ചെയ്യുന്നത്. അത് ഈവൻ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ആയാലും സോഫ്റ്റ്വെയർ എന്താണെങ്കിലും അവരുടെ ആൾക്കാർ വന്ന് ചെയ്യും. ഗ്രിഡിൻ്റെ ടൈമിംഗ് എങ്ങനെയായിരിക്കും? ഗ്രിഡിൻ്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അത് ലാൻഡ് ലോഡ് തീരുമാനിക്കുന്നതാണ്. അത് 24 hours ഓപ്പൺ ഏരിയ ആണെങ്കിൽ 24 hours അത് ഓൺ ചെയ്ത് കൊടുക്കാം. ഷോപ്പിന് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ എങ്കിൽ അത് ക്ലോസ്ഡ്. ഇപ്പം ഇവിടെ തന്നെ ഗേറ്റ് ഉള്ള ഒരു ഇപ്പം ഷട്ടർ ഇട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അകത്താണ് വെച്ചതെങ്കിൽ അത് അവരടയ്ക്കുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓണറിൻ്റെ ഒരു കോളാണ്. ഏതർ അതിന് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് ഇൻ ഫ്യൂച്ചർ അവരിപ്പോൾ എടുക്കുന്നത് ഒരുവിധം എല്ലാം ഓപ്പൺ ലൊക്കേഷനിൽ വെക്കാനാണ് നോക്കുന്നത്. നമ്മുടെ അർബൻ ഫോറസ്റ്റ് പോലെ ഒരു ജർമ്മൻ ഓട്ടോക്രാഫ്റ്റ് പോലത്തെയൊക്കെ ഇനി അവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ കാണുന്ന ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏതർ ഗ്രിഡ് വെച്ചിട്ട് അയാളുടെ ബിസിനസ് വളർത്താൻ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ട് എങ്കിൽ നാരായണപുരനെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പം എന്നെ ഏത് നേരത്തും അവർക്ക് കോൺടാക്ട് ചെയ്യാം, ഒരു വിഷയമില്ല. അതിൻ്റെ എനിക്ക് വേണ്ടത് ഇവരുടെ ഈ പറഞ്ഞ അവരുടെ നെയിം, അവരെ ആക്ച്വലി അതിൻ്റെ ആരെയാണോ കോൺടാക്ട് ചെയ്യേണ്ടത് അവരുടെ പേരും കോൺടാക്ട് നമ്പരും, ആ സ്ഥാപനത്തിൻ്റെ പേര്, അതിൻ്റെ ലൊക്കേഷൻ വിത്ത് അഡ്രസ്സ്. ഇതിപ്പം ഞാനൊരു ഏതർ യൂസർ ആയതുകൊണ്ട് ചെയ്യുന്നൊരു ഫേവറിസമോ അങ്ങനെയല്ല. നമ്മൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ യൂസേജ് തുടങ്ങിയതിന് ശേഷം പല വെഹിക്കിൾക്കാർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. നിലവിലെ ഏതറിലൊരു മറ്റേ സ്ലോ ചാർജിങ്ങും ചെയ്യാൻ പറ്റും. സോ അവർക്കും ഗുണം,
ആസ് എൻ ഏതർ യൂണർ നമുക്കും ഗുണം എന്നുള്ള ഒരു രീതിയാണ്. അപ്പം നമുക്ക് വെറുതെ ചാർജ് ചെയ്യാൻ വേണ്ടി നിന്ന് സമയം കളയുന്ന സമയം നമുക്ക് ആ ടൈം വേസ്റ്റായി പോകുന്നു എന്നുള്ളൊരു ഇത് വേണ്ട എന്നുള്ളതുകൊണ്ട് നമുക്കൊരു കഫേ ഹോട്ടൽ പോലെ ആകുമ്പോൾ നമുക്കൊരു ടൈം ആ മാനേജ്മെൻറ്റ് ബോറടിയായിട്ട് അറിയില്ല, നമ്മളവിടെ പോസ്റ്റായി എന്നറിയില്ല. അതുകൊണ്ട് രണ്ടും കൂടെ മാനേജായി പോകും എന്നുള്ളൊരു ഇതിൽ ഇപ്പം ഓൾറെഡി ഒരു 5-6 കേസ് നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഫസ്റ്റ് കേസാണ് ആലപ്പുഴയിൽ ആഫ്റ്റർ ഏതർ സ്പേസ്, ഇതാണ് ഫസ്റ്റ് ഗ്രിഡ്. പിന്നെ ഉള്ളത് അരൂർ ഭാഗത്ത് വരുന്നുണ്ട്, ചേർത്തല ഈ റൂട്ടിൽ നമ്മൾ നോക്കി ഒരു പോയിന്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ടൗണിൽ തന്നെ ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും അഡീഷനായി വരണം. ഇനി നമുക്ക് കൂടുതലും ഞാൻ ആസ് എ പേഴ്സണൽ ഇത് പ്രതീക്ഷിക്കുന്നത് നമുക്കിപ്പോൾ അപ് ടു ട്രിവാൻഡ്രം ടു ഇങ്ങേറ്റം വരെ നമുക്കെല്ലാം ആയി, ഓൾമോസ്റ്റ് എല്ലാ മെയിൻ സിറ്റിയിലും. ഇനി വേണ്ടത് നമുക്ക് തിരുവല്ല, ചങ്ങനാശ്ശേരി, പത്തനംതിട്ട ആ ഭാഗത്താണ് വേണ്ടത്. അപ്പോൾ ആ ഭാഗത്തുള്ള കസ്റ്റമേഴ്സിനോട് എനിക്കൊരു പറയാനുള്ളൊരു അഭിപ്രായം, നിങ്ങൾ അവിടെ പരിചയമുള്ള ഇതുപോലത്തെ സ്ഥാപനങ്ങൾ, പരിചയമില്ലാത്ത സ്ഥാപനത്തിനും ചോദിക്കാം. ഞാനും പല സ്ഥാപനങ്ങളിൽ അങ്ങനെ ചോദിച്ചപ്പോഴാണ് കിട്ടിയത്. അതെ, അവരൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പം പരിചയമുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി അവരെ കൺവിൻസ് ചെയ്യാൻ. അപ്പം അവരോട് പറയുക, താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഈ ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്താൽ ഞാൻ എൻ്റെ വഴി ഹെൽപ്പ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നേരിട്ട് അപ്രോച്ച് ചെയ്യാമെങ്കിൽ ഓക്കെ, പ്ലീസ് ഗോ ഹെഡ്. എന്നെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ സപ്പോർട്ട് എന്നാലാവുന്ന പോലെ ഞാൻ ചെയ്ത് അത് ക്ലോസ് ചെയ്ത് തരാം. നമ്മുടെ ഈ ഗ്രിഡിൻ്റെ അകത്തൊരു ചെറിയൊരു അപ്ഗ്രഡേഷൻ വരുന്നുണ്ട്. ലൈക്ക് സം സേഫ്റ്റി മെഷർ ഓഫ് ഇലക്ട്രിക്കൽ സൈഡ് എന്നുള്ള പ്ലാനിൽ അവർ ഇപ്പം നിലവിലെ ഗ്രിഡിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ്ങും ഒരു സ്ലോ ചാർജിങ്ങും ചെയ്യാം. അപ്പോൾ അത് ഇനി ഒഴിവാക്കിയിട്ട് ആ സ്ലോ ചാർജിങ് പോയിന്റ് ഇനി ഒഴിവാക്കും. അപ്പം ഏതറിൻ്റെ ഗ്രിഡിൽ ഇനി വരുന്ന, അതായത് ഓൾമോസ്റ്റ് ഒരു ജൂൺ കഴിയും ഇനി പുതിയ മോഡൽ വരാൻ. അത് വന്നു കഴിഞ്ഞാൽ ആ ഗ്രിഡിൽ ഓൺലി ഏതർ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് കേരളത്തിലുള്ള 100-something അതെല്ലാം സ്ലോ ചാർജിങ്ങും യൂസ് ചെയ്യാം, അതർ വെഹിക്കിൾസ് EVക്കും യൂസ് ചെയ്യാം. നോർമൽ നമ്മുടെ ഗ്രിഡ് ഏതർ ഗ്രിഡും വർക്കിംഗ് ആണ്. ബട്ട് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഒരു ജൂലൈ ഒക്കെ ആവും, ആ സമയത്ത് തൊട്ട് വരുന്ന പുതിയ മോഡലിൽ ഓൺലി ഏതർ ആയിരിക്കും ചാർജിങ് എന്നുള്ളതൊരു അപ്ഡേഷനുണ്ട്. അപ്പം നിലവിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ചെറിയൊരു ഡിലേ ഉണ്ടാവും ഇനി വരുന്ന ഒരു ഇൻസ്റ്റലേഷൻ. ഇപ്പോൾ ഒരു കസ്റ്റമറിന് താല്പര്യം ഉണ്ടെങ്കിലും ജൂണിൽ തന്നെ ഇൻസ്റ്റലായി കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ജൂലൈ ഒക്കെ ആവാം. അപ്പം ആ ഒരു ടൈം ഗ്യാപ്പ് വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഞാൻ എന്നാലും ഒന്ന് ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിംഗിൾ ഫേസ് അല്ല, 3 ഫേസ് ആണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾ 3 ഫേസ് ആക്കി മാറ്റേണ്ടി വരും. ഇനി 3 ഫേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലോഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൈസയുടെ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ ലോഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് നമുക്ക് വരുന്ന പൈസ ചിലവ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആക്ച്വലി ഓൾറെഡി ലോഡ് അവൈലബിൾ ആയിട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് ഒരു പൈസയും ചിലവില്ല, കാര്യങ്ങളെല്ലാം ഏതർ തന്നെ സെറ്റ് ചെയ്തോളും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു യൂണിറ്റിന് 2 രൂപയോ 3 രൂപയോ ഒക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും. അതിലുപരിയായിട്ട് നമ്മളൊരു ബിസിനസ് ഓൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് കഫേ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വണ്ടി ചാർജ് ചെയ്യാൻ വരുന്ന ആളുകൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനും അങ്ങനെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈതറിൻ്റെ ഗ്രിഡാണ്. ഓലയുടെ നമുക്ക് ആക്ച്വലി ഇതുപോലെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് വെക്കാനോ യാതൊരു വഴിയില്ല. ഈതറിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതിൽ ഈതർ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാം, മറ്റ് വണ്ടികൾ സ്ലോ ചാർജിങ്ങും ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന പോലെ റേഞ്ച് ആങ്സൈറ്റി. അപ്പോൾ ഇതുപോലെ ഈതർ ഗ്രിഡ് ആവട്ടെ, ബോൾട്ട് ആവട്ടെ, അല്ലെങ്കിൽ ചാർജ് മോഡ് ആവട്ടെ, ഇങ്ങനെയുള്ള പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് വരുമ്പോൾ നമ്മളെ പോലെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് റേഞ്ച് ആങ്സൈറ്റി ഒഴിവാക്കാനും സുഖമായിട്ട് ലോങ് പോകാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ ഈതർ ഗ്രിഡ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈതറിന് ഫോർവേഡ് ചെയ്യാം. അവർ വന്ന് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇതൊരു ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് പറ്റുമെങ്കിൽ സെറ്റാക്കി തരും. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.